ഇപ്പോൾ ഒരു സിനിമയെ ഏറ്റവും കൂടുതൽ തറ താത്തി അടിച്ചുകൊണ്ടിരുന്ന ഒരു റിവ്യൂവറാണ് അശ്വന്ത് ഗോക്ക്. ഈ അശ്വന്ത് ഗോക്ക് കുറെ കാലങ്ങൾക്ക് മുമ്പ് വരെ റിവ്യൂവിൽ ഒരു ഫ്ലോപ്പ് പടത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ടോൺ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്ന പല ഫ്ലോപ്പ് സിനിമയെക്കുറിച്ച് അശ്വന്ത് ഗോക്ക് പറയുന്നത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് ഒരു ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു, അത്രയും പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യം ഇല്ലയെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടെന്ന് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ അശ്വന്ത് ഗോക്കും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് മൂവി റോസ്റ്റുകൾ കാണാറുണ്ടല്ലേ? ആ ഒരു സിനിമ ഫ്ലോപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമ എടുത്തിട്ട് ട്രോൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു ഫൺ രീതിയിൽ പ്രസന്റ് ചെയ്യാറുണ്ട്. അതാണ് റോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞാൽ ഞാനും കാണാറുണ്ട്, കാണുമ്പോൾ എൻജോയ് ചെയ്യാറുമുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഇതിന്റെ പുറകിൽ ചിന്തിക്കുന്നില്ല. എനിക്ക് ഈ ഒരു റിയലൈസേഷൻ തോന്നിയത് തന്നെ ഒരു റോസ്റ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടണമെന്ന് എനിക്ക് തോന്നി. ഒരു ഫിലിം ഇറങ്ങി അത് പൊട്ടി തകർന്ന് തരിപ്പണമാവുന്ന സമയത്ത് അതിനെ കളിയാക്കുന്നവരുണ്ട്, അതിൻ്റെ പേരിൽ കമൻ്റ് ഇട്ട് അതിനെ ഊക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. ആ റിവ്യൂവേഴ്സ് ഉണ്ട്, റോസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയും ഉണ്ട്. പക്ഷേ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനലിനകത്ത് മൂവി റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, മൂവി റോസ്റ്റും കണ്ടിട്ടുണ്ടാവില്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ചാണ്. ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാത്തതിൻ്റെ റീസണും ഒരു പക്ഷേ ഇത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു സിനിമ എടുക്കുന്ന ഒരാൾ, ഞാനാണിപ്പോൾ ഒരു സിനിമ എടുക്കുന്നതെന്ന് വയ്ക്കുക. ഞാൻ ഈ സിനിമ എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ട് എടുക്കുകയാണ്, ഈ സിനിമ ഇറങ്ങുന്നു, ഫ്ലോപ്പ് ആക്കുന്നു, ഈ ആൾക്കാരെല്ലാം ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന സമയത്ത് അത് കേട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നു എന്ന മൈൻഡോട് കൂടി ആയിരിക്കുമോ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ടീം ഒരു സിനിമ എടുക്കുന്നത്? ഒരു സിനിമ പൊട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സിനിമ എടുക്കുന്നതെന്ന് പറഞ്ഞ രീതിയിലല്ലല്ലോ. ഒരു പക്ഷേ ആ ഒരു ഡയറക്ടറിന് അതിൻ്റേതായ ടാലൻ്റ് ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ആ ഡയറക്ടർ ഉദ്ദേശിച്ച രീതിയിൽ ആ സിനിമ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതിനെ നമ്മൾ വേറെ രീതിയിലൊന്ന് ചിന്തിക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു കുട്ടി ഒരു ഡ്രോയിങ് ചെയ്തു, അതേസമയം നല്ല ടാലൻ്റുള്ള മെച്യൂർഡായിട്ടുള്ള ഒരു കുട്ടി ഒരു ഡ്രോയിങ് ചെയ്തു. ഇത് രണ്ടും കൂടി എടുത്ത് കമ്പയർ ചെയ്ത് വെച്ചിട്ട് ഈ ചെറിയ കുട്ടി വരച്ച ആ ഒരു ചിത്രത്തെ നോക്കിയിട്ട് ഇതൊട്ടും ശരിയായില്ല കേട്ടോ, ഇത് മറ്റേൻ്റെ അത്ര ബെറ്ററും അല്ല, തനിക്ക് അതിനുള്ള ടാലൻ്റ് ഇല്ല എന്നുള്ളത് മുഖത്ത് നോക്കി ആ കുട്ടിയുടെ അടുത്ത് പറയുമോ? അതോ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിൽ നിന്ന് ബെറ്റർ ആക്കി നീ വരയ്ക്കണമെന്ന് പറയണോ? എല്ലാവരും ഒരേ രീതിയിലുള്ള മൈൻഡ് സെറ്റോ ടാലൻറ്റോ ഒന്നും ഉള്ളവരല്ല. ചിലർ ഹൈ രീതിയിലുള്ള ടാലൻ്റ് ഉള്ളവരുണ്ടാവാം, ചിലർ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്ന് വരുന്നവരുണ്ടാവാം. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും സിനിമയെ അവർ അപ്രോച്ച് ചെയ്യുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. പക്ഷേ നമ്മൾ പൈസ മുടക്കി സിനിമ കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ദേഷ്യം നമ്മൾ പുറത്ത് കാണിക്കുന്നതാണ് ഈ പറയുന്ന റിവ്യൂ ആയാലും കമൻ്റ് ആയാലും ഒക്കെ കാര്യങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നത്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഒരുപോലെ തന്നെയാണ്, അതിൽ എനിക്കൊരു ഇതുമില്ല. ഞാനിവിടെ പറയുന്ന മെയിനായിട്ടും ചില റോസ്റ്റുകളുണ്ട്, എക്സ്ട്രീം ലെവലിൽ കളിയാക്കുന്ന ടൈപ്പ് റോസ്റ്റുകൾ. ആ ഒരു ഡയറക്ടർ ആ റോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സിനിമ എടുക്കില്ല, അല്ലെങ്കിൽ ഇപ്പം ചെയ്ത ആ ഒരു ഫ്ലോപ്പ് സിനിമയിൽ തന്നെ തൻ്റെ ജീവിതം എൻഡ് ചെയ്യിക്കും, അല്ലെങ്കിൽ സിനിമ എന്നുള്ള ആ ഒരു മോഹം തന്നെ കളയും. എനിക്ക് ഇതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്തൊരു പുതിയ ഹിറ്റ് സിനിമ എടുക്കണം എന്നുള്ളൊരു തോട്ട് പോലും വരാത്ത രീതിയിൽ ആ റോസ്റ്റ് കാണുന്ന സമയത്ത് അവർക്ക് തോന്നും. കുട്ടിക്കാലത്ത് കിട്ടുന്ന ട്രോമയെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് എത്ര നമ്മൾ വളർന്നാലും വരുന്ന ഒരു ഇതായിട്ട് വരുന്ന പോലെ, അതുപോലെ ആദ്യം ചെയ്യുന്ന സിനിമയിൽ കിട്ടുന്ന ഒരു ഫ്ലോപ്പ് നോർമൽ ഒരു ഫ്ലോപ്പായിട്ടും ഞാൻ നെക്സ്റ്റ് എന്തായാലും ഇതിനേക്കാൾ ബെറ്റർ എടുക്കും എന്നുള്ളൊരു തീ ഉള്ളിൽ വരെയും ചെയ്യുന്ന നേരത്ത്, പക്ഷേ ചില റോസ്റ്റുകൾ കാണുന്ന സമയത്ത് ഈ ഒരു ഡയറക്ടർ ഈ ഫസ്റ്റ് ഫ്ലോപ്പായ സിനിമയെ തന്നെ തൻ്റെ സിനിമാ ജീവിതം തന്നെ അവിടെ വെച്ച് എൻഡ് ചെയ്തിട്ട് വേറെ വല്ല പണിക്കും പോകുന്നതായിരിക്കും. കൂടുതലും ആൾക്കാർ അങ്ങനെ ആവാനാണ് ചാൻസ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തിനെ ബേസ് ചെയ്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു ഫ്ലോപ്പായ ഒരു സിനിമയും സക്സസ് ആയ ഒരു സിനിമയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്ന് പറയുന്നതിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. അവർ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം അവരൊരിക്കലും നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, അത് ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല. ഒരു പക്ഷേ അവർക്ക് ടാലൻറ്റ് കുറവായതുകൊണ്ടും അവർ ചെയ്യുന്നതാവാം. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6-7-8 പടമൊക്കെ കണ്ടിന്യൂസ് ആയി നിർത്തി ഫ്ലോപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റോസ്റ്റൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല എന്ന് പറയുന്നത് നേരായ രീതിയിലായിരിക്കാം. പക്ഷേ ഒരു ആദ്യമായിട്ടൊരു സിനിമ മോഹം വെച്ച് എടുക്കുന്ന ചില ഡയറക്ടേഴ്സ് ഉണ്ട്, അവരുടെ സിനിമയെക്കുറിച്ച് ഇത്തരത്തിലുള്ള റോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്താണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇത് തോന്നിയിട്ടുള്ളത്. പല റോസ്റ്റുകളും എൻജോയ് ചെയ്യാറുണ്ട്, പക്ഷേ ചില റോസ്റ്റുകൾ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും ഇത്രയ്ക്ക് ഡീപ്പായിട്ട് പറയണോ എന്നുള്ളത്. അവർ ചെയ്യുന്ന ഒരു കണ്ടന്റാണ്, ആ ഒരു കണ്ടന്റിനെ നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാം. ഏതൊരു സിനിമ ആയാലും അതിപ്പോൾ എത്ര ഫ്ലോപ്പ് ആണെങ്കിലും എത്ര നല്ല സിനിമ ആയാലും എന്തും ആയാലും ഒന്നെങ്കിൽ ആ ഒരു ഡയറക്ടറിന് ടാലൻ്റ് ഉണ്ട്, അതല്ലെങ്കിൽ ആ ഡയറക്ടറിന് ടാലൻ്റ് ഇല്ല. ഈ ടാലൻ്റ് ഇല്ലാത്ത ഒരാൾ ജീവിതകാലം മുഴുവൻ ടാലൻ്റ് ഇല്ല എന്ന രീതിയിൽ നിൽക്കില്ലല്ലോ. ആ ആൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ അയാൾക്ക് വേണം. അത്തരത്തിൽ നമ്മളൊരു കണ്ടന്റിനെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പീനിയൻ പറയുമ്പോൾ, കാരണം നമ്മൾ പൈസ മുടക്കിയ ഒരു സാധനം കാണുന്ന സമയത്ത് നമുക്കത് വರ್ತല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾ പറയും എന്നുള്ളതാണ് ഒരു റിവ്യൂവർ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് റോസ്റ്റ് എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ അത് എക്സ്ട്രീമിൽ വരും.
ആ ഒരു എക്സ്ട്രീം ആയിട്ട് റോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോസും ഞാൻ കണ്ട സമയത്താണ് എനിക്ക് ഈ ഒരു ഇത് തോന്നിയത്. ഈ വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ 2 റീസൺ എന്തെന്ന് വെച്ചാൽ, ഒന്ന്, ഈ റിവ്യൂ റോസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ ചാനലിൽ ചെയ്യാത്തതിൻ്റെ ഒരു റീസണും, 2, എനിക്ക് ഇത്തരത്തിലുള്ള ഒരു വളർന്നു വരുന്നൊരു കലാകാരനെ നമ്മൾ ഈ മുളയിലേ നുള്ളുന്ന ആ ഒരു ഇത് അങ്ങനെ മനസ്സിലാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ റോസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മളൊന്ന് മയത്തിൽ ഇത് ചെയ്യണം. കാരണം നമുക്കായാൽ പോലും നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആ വീഡിയോ നീ ഈ ചാനലേ നിർത്തി പോകണമെന്ന് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ പറയുന്ന സമയത്ത് പല ആൾക്കാരും പല മെൻ്റൽ സ്റ്റേജ് ആണല്ലോ. ചിലവരിത് പോർട്ടബിളെന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലവർ കുറച്ച് ലോല മനസ്സായിട്ട് ഞാൻ ഇനി കണ്ടൻറ്റേ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ മാറിപ്പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ സിനിമ എടുക്കുന്ന ആൾക്കാരിൽ ഓൾമോസ്റ്റ് പ്രൊഡ്യൂസറുടെ പ്രഷർ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ടീമിനെ ഇത്രയും ഹോൾഡ് ചെയ്ത് ഇത്രയും ആൾക്കാർക്ക് എക്സ്പെൻസും ഒക്കെ ചെയ്ത് ചിലപ്പോൾ കുടുംബം വരെ പണയം വെച്ചായിരിക്കും സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് നിൽക്കുന്ന ഒരു ബിഗിനറായിട്ടുള്ള ഒരു ഡെബ്യൂ ഡയറക്ടർക്ക് ഇത്തരത്തിലുള്ളൊരു ഇത് റോസ്റ്റ് കാണുന്ന സമയത്ത് അവർക്ക് ഹർട്ടാവും. അത് ഏത് രീതിയിലാവും എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് അവരുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം നമ്മളൊരു കണ്ടൻറ്റിനെ റെസ്പെക്റ്റോടുകൂടി തന്നെ അതിനെ വിമർശിക്കാൻ ശ്രമിക്കുക. അതല്ല, നിങ്ങൾ വിമർശിക്കേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, റെസ്പെക്റ്റോടുകൂടി വിമർശിക്കുക. അതായത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നതും നീക്ക് എന്തിന് സിനിമ എടുക്കുന്നു എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. എനിക്കിത് പറയണമെന്ന് തോന്നി. ഇനിയിപ്പോൾ ഈ വീഡിയോയുടെ താരം ഒരുപാട് കമൻറ്റുകൾ വരുമെന്ന് എനിക്കറിയാം. എനിവേ, ഇതെൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് മാത്രം നിങ്ങൾ കാണുക. നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളും പറയുക. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നമ്മളിവിടെ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഇഷ്ടമാണെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഹൈപ്പ് കൂടെ അമർത്തിയേക്കുക. റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടിവിട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതൊരു ഇറ്റ്സ് മീ അൻഷാ നിസാർ.